അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാൻ ഇന്ന് പുതിയ വാടക വീട്ടിലാണ്. അവിടേക്ക് ആ സഹായിച്ചെടുക്കണ വീട്ടിലേക്ക് 2 ദിവസമായി പോവാൻ. ഈ പുതിയ വാടക വീട് മാറിയ കാരണം, ഇപ്പുറത്തോട്ട് മാറിയ കാരണം കൊണ്ട് വല്ലാണ്ട് വയ്യാണ്ടൊക്കെ ആയി. അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് കഴിച്ച് വെച്ചിട്ട് വേണം ഞാൻ അങ്ങോട്ട് ഒന്ന് പോവാനായിട്ട്. അവിടെ പോയി എന്തെങ്കിലും ചെയ്ത് കൊടുത്തെങ്കിൽ അവരെന്തെങ്കിലും തരുള്ളൂ. വലിയ പണിയൊന്നും എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്തെങ്കിലും ഒന്ന് സഹായിച്ച് കൊടുക്കും. ആ ചെടിക്ക് എൻ്റെ ചെടിയും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ അവരെ ചെടിക്കും എൻ്റെ ചെടിക്കൊക്കെ കൂടി വെള്ളം ഒഴിക്കും. പിന്നെ കോഴിക്ക് തീറ്റ വെച്ച് കൊടുക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പാത്രമൊക്കെ ഒന്ന് കഴുകി പിടിച്ച് ഒക്കെ വെച്ച് കൊടുത്തൊന്ന് അടിച്ച് വാരിയിട്ടൊക്കെ പോരും. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം നമുക്ക് അന്നത്തെ ജീവിതങ്ങൾ കഴിയാനായിട്ട്. ഓരോ ദിവസങ്ങൾ ജീവിച്ച് പോകണമെങ്കിൽ അവറ്റങ്ങൾ എന്തെങ്കിലും വല്ലപ്പോഴൊന്ന് ചെയ്ത് കൊടുത്തപ്പോൾ ഈ വീട് മാറൽ കാരണം കൊണ്ട് 2 ദിവസമായിട്ട് അവിടേക്ക് പോയിട്ടില്ല. അവരെ വിളിച്ച് പറഞ്ഞേക്കണം വഴിയാത്ത കാരണം വരാത്തതെന്ന്. അത് കാരണം ഇവിടുത്തെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം. കണ്ടത് ഇവിടെ ചോറിന് തീ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോറൊക്കെ വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടുത്തത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ വീട്. ഇവർ ഇത് തന്നപ്പോൾ ഇതിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെ നിന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഒരു സമാധാനമായി നിൽക്കണം. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാളിനുള്ളിൽ വേറെ വീട് നോക്കി പോയാൽ മതി, അതുവരെ നിന്നാളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കണം. എന്നാലും ശരീരത്തിന് സുഖമില്ലാത്ത കാരണം കൊണ്ട് മനസ്സിനും ജീവിക്കാനൊരു ഇതുമില്ലാത്ത കാരണം കൊണ്ടൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കണം. നമുക്കിപ്പോൾ അപ്പുറത്തിപ്പുറത്തും വീട്ടിലത്തെ കഥകളൊന്നും പറയാനില്ല. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഞാനെപ്പോഴും പറയുന്നത് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പതിയൊന്നും നിങ്ങളെ ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ അവസ്ഥ കൊണ്ടും എൻ്റെ സാഹചര്യം കൊണ്ടും ഞാൻ നിങ്ങളോടൊക്കെ എൻ്റെ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു പോകണതെന്ന്. അപ്പോൾ കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യണം.